കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ കോൺഗ്രസിന്റെ പ്രതിഷേധയാത്ര സമരാഗ്നിക്ക് കാസർകോട്ട് തുടക്കമായി. KPCC അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന യാത്ര AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. നാടിനെ വിഭജിക്കാനുള്ളത് മാത്രമാണ് മോദിയുടെ ഗ്യാരണ്ടിയെന്ന് KC വേണുഗോപാൽ വിമർശിച്ചു. കേരള സർക്കാരിന്റെ ഡൽഹി സമരത്തിൽ പങ്കെടുക്കാത്തതിൽ അഭിമാനമെന്നും കേരളത്തിന്റെ ധൂർത്തിന് പിന്തുണ നൽകാൻ കോൺഗ്രസ് ഇല്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. കാസർകോട്ട് നിന്ന് ദീപക് ധർമ്മടം വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ കേരള സർക്കാരുകൾക്കെതിരെയാണ് ഈ പ്രതിഷേധ യാത്ര നടത്തുന്നത് കോൺഗ്രസ്. ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള പ്രസംഗത്തിലും അതേ നിലപാട് KC വേണുഗോപാൽ പല വിഷയങ്ങളിലും കേരളത്തിനും കേന്ദ്രത്തിനുമെതിരെ സംസാരിക്കുകയായിരുന്നു. അനുജ, KPCCയുടെ സമരാഗ്നി യാത്രയുടെ ഉദ്ഘാടന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിലെ ഏതാണ്ട് അവസാനത്തേക്ക് കടക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംസാരിക്കുന്നു. ഉദ്ഘാടകൻ AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു തുടങ്ങിയത് തന്നെ മോഡിക്കെതിരായ രാഷ്ട്രീയമാണ്. കേന്ദ്രത്തിൽ മോഡി തുടരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2004 ഇന്ത്യ ഷൈനിങ് എന്ന മുദ്രാവാക്യവുമായിരുന്നു അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് BJP തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അന്ന് BJP വിജയമുറപ്പിച്ചു മത്സരിച്ചു. പക്ഷേ എന്നാൽ പരാജയമായിരുന്നു ഇന്ത്യ ഷൈനിങ് ആ മുദ്രാവാക്യത്തിന് കിട്ടിയത്. അതുപോലെ തന്നെ ആയിരിക്കും ഈ പ്രാവശ്യം 20 ആണ്ട് പിന്നിട്ട് 2024 എന്നാണ് KC വേണുഗോപാൽ പറയുന്നത്. മോഡിയുടെ ഗ്യാരണ്ടി അത് നാടിനെ വിഭജിക്കാനുള്ള ഗ്യാരണ്ടി മാത്രമാണ്. മറ്റൊരു കാര്യം, പാർലമെന്റിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന UPA സർക്കാരിന്റെ കാലത്തെ ധവളപത്രത്തെക്കുറിച്ച് പറയുന്നു. ഒരു സർക്കാർ 10 വർഷം ഭരിച്ചാൽ ആ സർക്കാരിന്റെ നേട്ടമായിരിക്കണം ചർച്ച ചെയ്യേണ്ടത്. പക്ഷേ എന്നാൽ 10 വർഷം മുമ്പ് ഭരണം വിട്ടുപോയ ഒരു സർക്കാരിന്റെ ധവളപത്രം ഇറക്കുന്നതിന്റെ രാഷ്ട്രീയം മനസ്സിലാകുന്നില്ല. പക്ഷേ എന്നാലും അത് മികച്ച സർക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചർച്ചയിൽ പങ്കെടുക്കും. ഭക്ഷ്യസുരക്ഷാ നിയമം, വിവരാവകാശ നിയമം, തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങിയവയെല്ലാം UPA സർക്കാർ നടപ്പിലാക്കിയതാണ്. അത് എണ്ണി പറയാൻ സഭയിൽ അവസരം കിട്ടുകയാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്രത്തിനെതിരെയുള്ള കേരള സർക്കാരിന്റെ സമരം, ആ സമരത്തിൽ കോൺഗ്രസ് MPമാർ വിട്ടുനിന്നത് വലിയ രീതിയിൽ ആക്ഷേപത്തിനിടയാക്കി. എന്നാൽ അതിന്റെ രാഷ്ട്രീയവും KC എണ്ണി പറഞ്ഞു. അതായത് സഭയ്ക്കകത്ത് കേന്ദ്രത്തിന്റെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ കോൺഗ്രസ് MPമാർ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഈ ധൂർത്തിന് ഒപ്പുവെച്ച് നൽകാൻ ഞങ്ങളില്ല. അതുകൊണ്ട് തന്നെ അഭിമാനമാണ് കേരളത്തിലെ MPമാരെ കുറിച്ച് എന്നാണ് KC വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ യാത്രയുടെ മുദ്രാവാക്യത്തിൽ പ്രധാനമായും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് എതിരാണ്. പക്ഷേ എന്നാൽ KC വേണുഗോപാൽ ഒഴിച്ചുള്ള മറ്റുള്ള എല്ലാവരുടെയും പ്രസംഗത്തിന്റെ രത്നച്ചുരുക്കം അല്ലെങ്കിൽ പ്രസംഗത്തിന്റെ ആക്രമണം സംസ്ഥാന സർക്കാരിന് നേരെ തന്നെയാണ്. പിണറായി വിജയന്റെ ധൂർത്തും അല്ലെങ്കിൽ പിണറായി വിജയനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ. അപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ BJP ഒരു പ്രധാന വിഷയമല്ല. എന്നാൽ അതേ സമയത്ത് പോരാട്ടം LDFും UDFും തന്നെയാണ് എന്നുള്ള ഒരു അജണ്ട നിശ്ചയിച്ചുകൊണ്ടുള്ള പ്രസംഗം തന്നെയാണ് നടക്കുന്നത് ഇപ്പോൾ. ശരി, KPCCയുടെ പ്രതിഷേധ യാത്രയ്ക്ക് തുടക്കമായി. കാസർഗോഡ് നിന്ന് തുടങ്ങുന്ന യാത്ര 29-ന് തിരുവനന്തപുരത്ത് സമാപിക്കും.